കഥയാരംഭിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നുമാണ്. ഒരു തീവ്രവാദി 3 അമേരിക്കൻ ബന്ദികൾ വെച്ച് കൊല്ലാൻ തയ്യാറെടുത്തു നിൽക്കുകയായിരുന്നു. പക്ഷെ അയാൾ അറിയാതെ കുറച്ചു മാറി ദൂരെയായി അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസറിൽ ഒരു പ്രധാന ഓഫീസറായ ക്ലൈഡ് ഫോക്സ് നിൽക്കുന്നുണ്ടായിരുന്നു. ക്ലൈഡ് ഫോക്സിന്റെ തോക്കിൻ മുനയിൽ തന്നെ ആ തീവ്രവാദി ഉണ്ടായിരുന്നു. പക്ഷേ ക്ലൈഡ് ഫോക്സിന് തീവ്രവാദിയെ ഷൂട്ട് ചെയ്യാൻ മേലധികാരിയുടെ ഉത്തരവുണ്ടായിരുന്നില്ല. വെയിറ്റ് ചെയ്യാനായിരുന്നു ക്ലൈഡിനോട് മേലധികാരി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. തീവ്രവാദി ബന്ദികളിൽ ഒരാളെ വെടിവെച്ചു കൊന്നു. പിന്നെ നോക്കി നിൽക്കാൻ ക്ലൈഡിന് സാധിക്കില്ലല്ലോ. ക്ലൈഡ് തോക്കെടുത്ത് മറ്റ് 2 പേരെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി ഉടനടി തീവ്രവാദിയെ വെടിവെച്ചു കൊല്ലുകയാണ്. വർഷങ്ങൾക്കിപ്പുറം ക്ലൈഡ് തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം നാട്ടിൽ ഉല്ലാസത്തിലായിരുന്നു. ആ സമയത്താണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. അന്ന് മുതിർന്ന ഓഫീസറുടെ ഉത്തരവ് ലംഘിച്ച് ക്ലൈഡ് തീവ്രവാദിയെ കൊന്നിരുന്നല്ലോ. അതിന്റെ പേരിൽ മിലിറ്ററിയിൽ നിന്നും ക്ലൈഡ് പുറത്താക്കപ്പെട്ടു. ഓർഡറുകൾ ഫോളോ ചെയ്തില്ല എന്ന കുറ്റത്തിന്റെ പുറത്തായിരുന്നു ക്ലൈഡ് പുറത്താക്കപ്പെട്ടത്. 2 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും അതൊന്നും അവിടെ വിലപ്പോയില്ല. ക്ലൈഡ് അങ്ങനെ സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസറായി മിലിറ്ററിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതോടെ ക്ലൈഡിന്റെ ഭാര്യയും ക്ലൈഡിനെ ഡിവോഴ്സ് ചെയ്തു. അവരും ഒരു സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസർ ആയിരുന്നു. ക്ലൈഡിനും ഭാര്യയ്ക്കും പിരിയുന്ന സമയത്ത് റെയിൻ എന്ന പേരുള്ള ഒരു മകളുണ്ടായിരുന്നു. വിവാഹമോചനത്തിന് ശേഷം ക്ലൈഡ് ഇതുവരെ റെയിനെ കണ്ടിട്ടില്ല. അന്ന് കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ താൻ എത്രമാത്രം തന്റെ മകൾ റെയിനെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് ക്ലൈഡ് സൂചിപ്പിച്ചു. ക്ലൈഡിന്റെ വാക്കുകളിൽ ആ വേദന പ്രകടവുമായിരുന്നു. കൂട്ടുകാരൻ ക്ലൈഡിനെ സമാധാനിപ്പിച്ചു. നീ പോയി നിന്റെ മുൻഭാര്യയുമായി സംസാരിക്ക്, റെയിനെ കാണാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്, അതാണ് ഇതിലുള്ള സൊല്യൂഷൻ എന്ന് കൂട്ടുകാരൻ ക്ലൈഡിനെ ഉപദേശിച്ചു. പക്ഷേ കോടതി കസ്റ്റഡി മുൻഭാര്യയ്ക്ക് കൊടുത്തതുകൊണ്ടും മറ്റും മുൻഭാര്യയുടെ തീരുമാനത്തിലായിരുന്നു കാര്യങ്ങൾ നടന്നിരുന്നത്. അവരാണെങ്കിൽ നിലവിൽ മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുകയുമാണ്. മകൾ റെയിനും അവരുടെ ഒപ്പമുണ്ട്. അടുത്ത ദിവസം ക്ലൈഡിന്റെ മുൻഭാര്യയെ നമ്മൾ പരിചയപ്പെടുന്നു. കൈ അറ്റ്ലസ് എന്നായിരുന്നു അവളുടെ പേര്. അന്ന് തന്റെ പുതിയ ഭർത്താവിനൊപ്പം റെയിനെയും കൂട്ടിക്കൊണ്ട് സ്കൈ അറ്റ്ലസ് പുറത്തു വന്നിരിക്കുകയായിരുന്നു. 2ാം വിവാഹത്തോടെ സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസറായി അവൾ റിസൈൻ ചെയ്തിരുന്നു. നിലവിൽ മുഴുവൻ സമയ വീട്ടമ്മയായി റെയിനെയും നോക്കിക്കൊണ്ടവൾ ജീവിക്കുകയാണ്. അവരന്ന് ഒന്നിച്ചു വന്നിരുന്നത് ഒരു പാർക്കിലായിരുന്നു. ഇതേ സമയം ക്ലൈഡും അവരെ നോക്കിക്കൊണ്ട് കുറച്ച് ദൂരെയായി നിൽക്കുന്നുണ്ടായിരുന്നു. തന്റെ മകൾ റെയിനെ ദൂരെ നിന്നും ക്ലൈഡ് നോക്കിക്കണ്ടു. ചെറിയൊരു സന്തോഷം അയാൾക്ക് അനുഭവപ്പെട്ടു. ദൂരെ നിന്നാണെങ്കിലും ഒരു നോക്ക് തന്റെ മകളെ കാണാൻ സാധിച്ചല്ലോ. അധികം വൈകാതെ ക്ലൈഡ് വീണ്ടും തന്റെ സുഹൃത്ത് മേസനെ കാണുവാൻ പോയി. ജോലിയുടെ കാര്യമായിരുന്നു പ്രധാനമായും അന്ന് ക്ലൈഡ് സംസാരിച്ചത്. സംസാരത്തിനിടയിൽ ക്ലൈഡ് പെട്ടെന്ന് മേസനോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടിയെ ഒരാൾ എടുത്തുകൊണ്ട് പോയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ വന്ന നിങ്ങൾ എന്തു ചെയ്യും? മേസന്റെ മുഖം പെട്ടെന്ന് മാറി കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും എന്റെ കുട്ടിയോട് ചെയ്ത എന്റെ കുട്ടിയെ കിട്ടാൻ ഞാൻ ഏതറ്റം വരെയും പോകും. അതിനുവേണ്ടി എന്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും ഞാൻ അതിന് മടിക്കില്ല. മേസനോട് നന്ദി പറഞ്ഞ് അന്ന് ക്ലൈഡ് അവിടെ നിന്നിറങ്ങി. ചിലതൊക്കെ ക്ലൈഡിന്റെ തലയിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തി സോഫയിലിരുന്ന് ക്ലൈഡ് മകളുടെ ഫോട്ടോ നോക്കിയിരിക്കാൻ തുടങ്ങി. ഇതേ സമയം അവിടെ ടിവിയിൽ വാർത്ത ഓടുന്നുണ്ടായിരുന്നു. നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന കുട്ടികളുടെ കിഡ്നാപ്പിംഗുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു ടിവിയിൽ ഓടിക്കൊണ്ടിരുന്നത്. ക്ലൈഡ് പെട്ടെന്ന് അത് ശ്രദ്ധിച്ചു. അതുകൂടി കണ്ടതോടെ തന്റെ മകൾ റെയിൻ സുരക്ഷിതയാണോ എന്നുള്ള ആശങ്കയൊക്കെ ക്ലൈഡിന്റെ ഉള്ളിൽ വന്നു നിറയാൻ ആരംഭിച്ചു. റെയിന്റെ കസ്റ്റഡിയുള്ളത് സ്കൈ അറ്റ്ലസിനാണ്. അവളാണെങ്കിൽ ക്ലൈഡുമായുള്ള ബന്ധം നല്ല രീതിയിലല്ലാത്തതുകൊണ്ട് ഒരു തരത്തിലും മകളെ ക്ലൈഡിന്റെ അടുത്തേക്ക് വിടുന്നുമില്ല. എന്തു ചെയ്യണം എന്ന് ക്ലൈഡ് തലപുകഞ്ഞാലോചിച്ചു. തന്റെ മകളെ സുരക്ഷിതയാക്കിയേ പറ്റൂ. അതിന് മകൾ തന്റെ കൂടെ ഉണ്ടാവണം. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം ക്ലൈഡ് തീരുമാനിച്ചുറപ്പിച്ചു. ഇതേ സമയം വീട്ടിൽ സ്കൈ അറ്റ്ലസും സ്കൈ അറ്റ്ലസിന്റെ പുതിയ ഭർത്താവ് ലൂക്കാസും സംസാരിക്കുകയായിരുന്നു. ലൂക്കാസിന് ടൗണിന് പുറത്ത് മറ്റൊരിടത്ത് മികച്ചൊരു ജോലി ശരിയായിട്ടുണ്ട്. അങ്ങോട്ടേക്ക് മൂവ് ചെയ്താലോ എന്ന് ലൂക്കാസ് ചോദിച്ചു. പക്ഷേ റെയിൻ പുതിയ സ്കൂളിൽ പോവാൻ ആരംഭിക്കുന്നേയുള്ളൂ, അതൊഴിവാക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്നായിരുന്നു അവളുടെ മറുപടി. പക്ഷേ ലൂക്കാസ് വീട്ടിലേക്ക് തരുന്ന ചിലവ് കൂടുതലായി തരാൻ പറ്റുമെന്നും നിനക്ക് തരുന്ന പണമടക്കം കൂടുതൽ തരാമെന്നും സ്കൈ അറ്റ്ലസിനോട് പറഞ്ഞതോടെ ലൂക്കാസിനൊപ്പം ടൗൺ വിട്ടുമാറാൻ അറ്റ്ലസ് തീരുമാനിക്കുകയാണ്. അടുത്ത ദിവസം പുലർച്ചെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ലൂക്കാസ് അറ്റ്ലസിന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ നിന്ന് മൂവ് ഔട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി പേപ്പർ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ താൻ പുറത്തു പോകുന്നു എന്ന് അവളോടായി പറഞ്ഞു. ആ സമയം താനും തന്റെ ഫ്രണ്ട്സിനോടൊക്കെ യാത്ര പറയാൻ പുറത്തു പോകുന്നുണ്ട് എന്ന് അറ്റ്ലസും അറിയിച്ചു. കുറച്ചു കഴിഞ്ഞതും കൂട്ടുകാരെ കാണുവാൻ അറ്റ്ലസും പുറപ്പെട്ടു. പോകുന്നതിന് മുമ്പ് വീട്ടുജോലിക്കാരിയുടെ അടുത്ത് റെയിനെ നല്ല രീതിയിൽ നോക്കണമെന്നും പരിചയമില്ലാത്ത ആര് വന്നാലും വാതിൽ തുറക്കണ്ട എന്നുമൊക്കെ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചു. സ്കൈ അറ്റ്ലസ് അവിടെ നിന്ന് നേരെ പോയത് തന്റെ പഴയ മിലിറ്ററി സുഹൃത്തായ സീസറിനെ കാണുവാനായിരുന്നു. ക്ലൈഡിന്റെയും അടുത്ത സുഹൃത്താണ് സീസർ. അവിടെത്തി സീസറെ കണ്ട് സ്കൈ സംസാരിച്ചു. എന്റെ ഭർത്താവിന് പുറത്ത് നല്ലൊരു ജോലി ശരിയായിട്ടുണ്ട്. ഞങ്ങൾ വൈകാതെ മൂവ് ഔട്ട് ചെയ്യും. ഇനി പഴയതുപോലെ എപ്പോഴും ഇങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാവോ
കുഴപ്പമൊന്നുമില്ല. ആ സമയം സീസർ പറഞ്ഞു, നീ ഇപ്പൊ ഇവിടെ നിന്ന് പോയാലും നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലാണ്ടാവാൻ പോകുന്നില്ല. നിന്നോടൊത്തുള്ള എന്റെ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, ക്ലെയ്ഡിനോടുള്ള എന്റെ ഫ്രണ്ട്ഷിപ്പും ഇല്ലാതാവില്ല. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ സുഹൃത്തായി താനുണ്ടാകും എന്നും സീസർ പറഞ്ഞു വെച്ചു. പോകുന്നതിന് മുമ്പ് സീസറും സ്കൈയും ഒന്നിച്ച് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്തു. ഇതേസമയം മറുവശത്ത് ക്ലെയ്ഡാകട്ടെ തന്റെ പ്രാക്ടീസിലായിരുന്നു. വരുന്ന ന്യൂസുകളൊക്കെ വീണ്ടും അയാളെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. റെയിനെ സുരക്ഷിതമാക്കണം, അതിനെന്തു ചെയ്യും എന്നൊക്കെ അയാൾ തലപുകന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു. വൈകാതെ സ്കൈയുടെ വീട്ടിൽ പോകാമെന്നും റെയിനിന്റെ കസ്റ്റഡി അവളോട് തന്നെ ആവശ്യപ്പെട്ട് നോക്കാമെന്നും ക്ലെയ്ഡ് തീരുമാനിച്ചു. കുറച്ച് സമയത്തിനു ശേഷം വീട്ടുജോലിക്കാരി സോഫിയയും റെയിനും ഒന്നിച്ചിരുന്ന് TV കാണുകയായിരുന്നു. അപ്പോഴാണ് പുറത്ത് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നത്. ആരാണെന്ന് നോക്കുവാൻ വേണ്ടി അവർ പോയി. ജനലിലൂടെ അത് ക്ലെയ്ഡാണ് എന്നവർ നോക്കിക്കണ്ടു. അച്ഛനെ കണ്ടതും റെയിൻ വലിയ സന്തോഷത്തിലും എക്സൈറ്റഡും ആയിരുന്നു. പക്ഷേ അവളെ പുറത്തുവിടാൻ സോഫിയ തയ്യാറായില്ല. സ്കൈയിന്റെ കൃത്യമായ നിർദ്ദേശമുള്ളതാണ്, ആര് വന്നാലും റെയിനെ പുറത്തിറക്കരുതെന്ന്. മാത്രമല്ല സ്കൈയിന് ക്ലെയ്ഡിനെ ഇഷ്ടമല്ല എന്നും സോഫിയക്കറിയാം. അതുകണ്ട് റെയിൻ കരയാൻ തുടങ്ങി. എന്നിരുന്നാൽ തന്നെയും സ്കൈയിന്റെ നിർദ്ദേശമുള്ളതുകൊണ്ട് സോഫിയക്ക് റെയിനെ അച്ഛനൊപ്പം പോവാൻ അനുവദിക്കാൻ പറ്റില്ലായിരുന്നു. അതുകണ്ട് ക്ലെയ്ഡ് വല്ലാതെ ഫ്രസ്ട്രേറ്റഡും അപ്സെറ്റുമാകുന്നുണ്ട്. കുറച്ചു സമയം കഴിഞ്ഞ് റെയിൻ വാഷ് ബേസിനിൽ തന്നെ മുഖം കഴുകുകയായിരുന്നു. സോഫിയ ആകട്ടെ അടുക്കളയിൽ ജോലി തിരക്കിലാണ്. ഈ സമയം ക്ലെയ്ഡ് വീടിനകത്തേക്ക് കടന്നു കയറിയിരുന്നു. സോഫിയയെ പിടികൂടിയവൻ ബോധരഹിതയാക്കി വീഴ്ത്തി. തന്റെ മകളെ കാണാൻ അത്രമേൽ ആഗ്രഹിച്ചിരുന്ന ക്ലെയ്ഡിന് അതല്ലാതെ മറ്റു വഴിയുണ്ടായിരുന്നില്ല. ക്ലെയ്ഡ് പിന്നാലെ മകൾ റെയിന്റെ മുമ്പിലെത്തി. റെയിനിനെ തന്റെ കൂടെ കൊണ്ടുപോവാൻ ക്ലെയ്ഡ് തീരുമാനിച്ചിരുന്നു. എന്തു തന്നെ എതിരിൽ വന്നാലും അതിനൊക്കെ എതിരിടും എന്നയാൾ തീരുമാനിച്ചുറപ്പിച്ചു. റെയിനോട് നമുക്ക് പുറത്തു പോയാലോ എന്ന് ക്ലെയ്ഡ് ചോദിച്ചു. റെയിനും അതിന് സന്തോഷത്തോടെ സമ്മതിക്കുകയാണ്. നാളുകൾക്ക് ശേഷം അവൾ തന്റെ അച്ഛനെ കാണുകയായിരുന്നല്ലോ. റെയിൻ തയ്യാറാവാൻ പോയ സമയത്ത് ക്ലെയ്ഡ് സോഫിയയുടെ ശരീരം പൊക്കിയെടുത്ത് കാറിന്റെ ഡിക്കിയിൽ കൊണ്ടുവന്നിട്ടു. പിന്നാലെ റെയിൻ വന്നപ്പോ അവളെയും കൂട്ടിക്കൊണ്ട് സ്കൈയുടെ വീട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്തു പോയി. അവർ നേരെ പോയത് പാർക്കിലേക്കായിരുന്നു. അവിടെ ഊഞ്ഞാലാടാൻ അവർ ആരംഭിച്ചു. ആ സമയം റെയിൻ ക്ലെയ്ഡിനോട് ചോദിച്ചു, അച്ഛനെന്താ ഇത്ര നാളും എന്നെ കാണാൻ വരാതിരുന്നത്? നിന്റെ അമ്മ നിന്നെ കാണാൻ എന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ട ഇപ്പോ തന്നെ അച്ഛൻ നിന്റെ അടുത്ത് എത്തിയത്. ഇനി അച്ഛൻ മോളെ വിട്ട് പോവില്ല, എപ്പോഴും മോളുടെ കൂടെ തന്നെ കാണും. മോളെ അച്ഛൻ പൊന്നുപോലെ നോക്കിക്കോളാം. അധികം വൈകാതെ അങ്ങോട്ടേക്ക് ക്ലെയ്ഡ് വിളിച്ചിട്ട് ക്ലെയ്ഡിന്റെ മൂത്ത സഹോദരി ചാർലറ്റ് എത്തിച്ചേർന്നിരുന്നു. ചാർലറ്റിനെ കണ്ടതും റെയിൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ചാർലറ്റിനോട് കുറച്ചു നേരത്തേക്ക് റെയിനിനെ നോക്കണമെന്നും തനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞ് താൻ വന്ന് കൂട്ടിക്കോളാം എന്നും പറഞ്ഞ് ക്ലെയ്ഡ് അവിടെ നിന്ന് പോന്നു. അവർ പോകുന്നതിന് മുമ്പ് റെയിന്റെ ടാബ് ക്ലെയ്ഡ് കൈവശപ്പെടുത്തിയിരുന്നു. അതിൽ ഒരു ട്രാക്കിംഗ് ഡിവൈസ് സ്കൈ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ ക്ലെയ്ഡ് സ്കൈക്ക് പെട്ടെന്ന് സൂചന കിട്ടാതിരിക്കാൻ അതൊന്ന് മാറ്റിവെക്കണം എന്ന് തീരുമാനിച്ചു. ഇതേസമയം മറുവശത്ത് സ്കൈയാകട്ടെ സീസറിന്റെ വീട്ടിൽ തന്നെയായിരുന്നു. വീട്ടുജോലിക്കാരിയെ വിളിക്കാൻ തുടർച്ചയായി സ്കൈ ശ്രമിച്ചെങ്കിലും ആരും കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ സ്കൈ കുറച്ച് പാനിക്കായി. വേഗത്തിൽ വീട്ടിലേക്ക് പുറപ്പെട്ട അവൾ വീട്ടിലെത്തി വീട്ടുജോലിക്കാരിയെയും കുട്ടിയെയും നോക്കി. പക്ഷെ ഇരുവരെയും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ പന്തിയല്ല എന്ന് മനസ്സിലായതും മുമ്പ് സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസറായിരുന്ന അവൾ തന്റെ ആയുധവുമെടുത്ത് അവിടെ പരിശോധിക്കാൻ ആരംഭിച്ചു. ആ സമയം ബെഡിലേക്കൊക്കെ എടുത്തിട്ടിരുന്ന റെയിന്റെയും ക്ലെയ്ഡിന്റെയും ഫോട്ടോസൊക്കെ അവളുടെ കയ്യിൽ കിട്ടുകയാണ്. അതോടെ റെയിനെ കൊണ്ടുപോയിരിക്കുന്നത് ക്ലെയ്ഡാണ് എന്ന് സ്കൈ ഊഹിച്ചെടുത്തു. പിന്നാലെ അവൾ ലൂക്കാസിനെ വിളിച്ചു വേഗം വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ഇതേസമയം മറുവശത്ത് ക്ലെയ്ഡാകട്ടെ വൃദ്ധരായ കപ്പിൾസ് താമസിക്കുന്ന ഒറ്റപ്പെട്ട ഒരു വീട്ടിലേക്ക് ചെല്ലുകയായിരുന്നു. അവരറിയാതെ വീടിനകത്തേക്ക് കടന്നു കയറിയ അവൻ ട്രാക്കിംഗ് ഡിവൈസുള്ള ടാബ്ലറ്റ് അവിടെ നിക്ഷേപിച്ചു. ശേഷം ആരുടെയും കണ്ണിൽപ്പെടാതെ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. കുറച്ചു സമയം പിന്നിട്ടതും ലൂക്കാസും സ്കൈയും കൂടി ഒന്നിച്ച് വൃദ്ധരായ കപ്പിൾസ് താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങോട്ടേക്ക് കടന്നു ചെന്ന സ്കൈ അവർക്ക് നേരെ തോക്ക് ചൂണ്ടി തന്റെ മകൾ എവിടെയെന്ന് ചോദിച്ചു. കാരണം GPS സിഗ്നൽ അവസാനമായി കിട്ടിയത് ആ വീട്ടിൽ നിന്നാണല്ലോ. സ്കൈ അങ്ങനെ കടന്നു വന്നതും വൃദ്ധരായ ദമ്പതികൾ ഭയന്നിരുന്നു. അവിടുത്തെ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഒരിക്കലും ഒരു കുട്ടിയെയും കിഡ്നാപ്പ് ചെയ്യില്ല, നിരപരാധികളാണ്. പക്ഷേ സ്കൈക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇരുവരെയും അവൾ ബന്ദിയാക്കി നിർത്തി. കുട്ടിയെ തന്നില്ലെങ്കിൽ വകവരുത്തി കളയും എന്ന തരത്തിൽ അവരെ സ്കൈ ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു. അവരപ്പോഴും തങ്ങൾ നിരപരാധികളാണ് എന്ന കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൈ ആ വീടിനുള്ളിൽ തിരച്ചിൽ നടത്തി. ഒടുവിൽ ടാബ്ലറ്റും കണ്ടെടുത്തു. വീണ്ടും തിരികെയെത്തി മകളെപ്പറ്റി അവരോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. പാവപ്പെട്ട ആ ദമ്പതികൾ തങ്ങൾ നിരപരാധികളാണ് എന്ന് നിസ്സഹായതയോടെ സ്കൈയോട് പറഞ്ഞുകൊണ്ടിരുന്നു. CCTV ക്യാമറകൾ പരിശോധിക്കാനും അവർ സ്കൈയോട് പറഞ്ഞു. സ്കൈ അങ്ങനെ CCTV ക്യാമറകൾ നോക്കിയപ്പോൾ ക്ലെയ്ഡ് അവിടെ കടന്നുവന്ന് ടാബ് വെച്ചിട്ട് പോയ ദൃശ്യം
ദൃശ്യങ്ങൾ കാണുകയാണ്. അതോടെ ക്ലെയ്ഡ് തന്നെ കുരുക്കുവാൻ, ദിശ തെറ്റിക്കുവാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയാണിത് എന്ന് സ്കൈക്ക് മനസ്സിലായി. ഇതേസമയം പുറത്ത് ലൂക്കാസ് കാറിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. പാട്ട് കേട്ട് നിന്നിരുന്ന ലൂക്കാസിനടുത്തേക്ക് ക്ലെയ്ഡ് കടന്നു വന്നു. തോക്ക് ചൂണ്ടി ലൂക്കാസിനെ ബന്ദിയാക്കി അവൻ ലൂക്കാസിനോട് കാർ മുമ്പോട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. ഇതേസമയം മറുവശത്ത് ഒക്കെയും ക്ലെയ്ഡിന്റെ പദ്ധതികളായിരുന്നു എന്ന് മനസ്സിലാക്കിയ സ്കൈ വൃദ്ധ ദമ്പതികളോട് മാപ്പ് പറഞ്ഞ് പുറത്തേക്ക് വരികയാണ്. പുറത്തെത്തിയപ്പോ ലൂക്കാസിനെയോ കാറോ കാണുന്നില്ല. സ്കൈ പിന്നാലെ സീസറിനെ വിളിച്ചു. സീസറിനോട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു. സ്കൈയോട് സമാധാനത്തോടെ ഇരിക്കാൻ പറഞ്ഞ സീസർ താൻ സഹായിക്കാം എന്ന് സ്കൈക്ക് ഉറപ്പ് നൽകി. ക്ലെയ്ഡ് മിക്കവാറും റെയിനിനെ ചാർലറ്റിന്റെ അടുത്തായിരിക്കും ആക്കിയിട്ടുണ്ടാവുകയെന്നും ആദ്യം ആ വഴിക്ക് താനൊന്ന് നോക്കട്ടെ എന്നും സീസർ സ്കൈയോട് പറയുന്നുണ്ടായിരുന്നു. മറുവശത്ത് സ്കൈയും ചാർലറ്റുമാകട്ടെ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ റെയിനിനെ തനിച്ചാക്കി വാഷ്റൂമിലേക്ക് ചാർലറ്റ് പോവുകയാണ്. ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന ചാർലറ്റ് കണ്ടത് തനിക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന സീസറിനെയായിരുന്നു. സീസർ ചാർലറ്റിനോട് റെയിനിനെ പറ്റി തിരക്കി. കയ്യിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ എന്തിനാണ് റെയിനെ പിടിച്ചുകൊണ്ടുവന്നത് എന്നും സീസർ ചോദിക്കുന്നുണ്ടായിരുന്നു. ചാർലറ്റ് പറഞ്ഞു, ബലപ്രയോഗത്തിലൂടെയോ? എനിക്കതൊന്നും അറിവുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് കൈ തന്നെ ക്ലെയ്ഡിനെ റെയിനിനെ ഏൽപ്പിച്ചതാണെന്നാണ്. അവർ തമ്മിൽ സമാധാനത്തിലെത്തി എന്നാ ഞാൻ കരുതിയത്. ചാർലറ്റിന്റെ മുഖത്ത് വല്ലാത്ത പരിഭ്രമമുണ്ടായിരുന്നു. റെയിൻ എവിടെയെന്ന് സീസർ ചോദിച്ചു. റെസ്റ്റോറന്റിലേക്ക് വന്ന് അവർ റെയിനെ നോക്കി. അവിടെങ്ങും റെയിൻ ഉണ്ടായിരുന്നില്ല. ചാർലറ്റ് വല്ലാതെ പാനിക് ആവാൻ തുടങ്ങി. അവർ ചെന്ന് അവിടുത്തെ വെയിട്രസിനടുക്കൽ ചെറിയൊരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു, അവളെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. റെയിന്റെ ഡ്രസ്സും മറ്റു വിശദാംശങ്ങളും ചാർലറ്റ് പറയുന്നുമുണ്ടായിരുന്നു. വെയിട്രസായ ആ ലേഡി പറഞ്ഞു, കുറച്ചു മുമ്പ് ഒരു ഏഷ്യൻ ആള് വന്ന് ഒരു കുട്ടിയെ ബലമായി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആ കുട്ടി കരയുന്നുമുണ്ടായിരുന്നു. ഞാൻ കരുതിയത് അവൾ ആ കുട്ടിയുടെ ഫാമിലി ആയിരിക്കുമെന്ന, അതുകൊണ്ടാണ് ഞാൻ തടയാതിരുന്നേ. അത് കേട്ടതും ചാർലറ്റ് കുറച്ച് ഭയപ്പെട്ടിരുന്നു. അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘമാകാം ഇതിന് പിന്നിലെന്ന് അവർ ഊഹിച്ചു. സീസറാകട്ടെ ചാർലറ്റിനെ തന്റെ കൂടെ ബലമായി കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങി. സ്കൈയുടെ അടുത്തെത്തി വിവരങ്ങൾ പറഞ്ഞ് അടുത്തത് എന്തു വേണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയായിരുന്നു അത്. മറുവശത്ത് ക്ലെയ്ഡ് ആകട്ടെ ലൂക്കാസിനെ ബന്ദിയാക്കി വെച്ചിരുന്നു. ലൂക്കാസിനടുക്കൽ അവൻ പറഞ്ഞു, നിന്നോട് എനിക്ക് മുമ്പ് തൊട്ടേ വലിയ ദേഷ്യമായിരുന്നു. നീയാണ് എന്നിൽ നിന്നും സ്കൈയെ തട്ടിയെടുത്തത്. ലൂക്കാസ് പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കുമ്പോൾ അവൾ ഡിവോഴ്സ്ഡ് ആയിരുന്നു. ഞാൻ കാരണമല്ല നിങ്ങൾ വരുന്നത്. ക്ലെയ്ഡിനോട് സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അല്ലാതെ ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് എന്നും ലൂക്കാസ് ഉപദേശിക്കാൻ ശ്രമിച്ചു. അധികം വൈകാതെ ചാർലറ്റിന്റെ മെസ്സേജ് ക്ലെയ്ഡിനെ തേടി എത്തുകയാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം റെയിനെയും തട്ടിക്കൊണ്ടുപോയി എന്ന വിവരമായിരുന്നു മെസ്സേജിലൂടെ അവൾ പങ്കുവച്ചത്. അത് കണ്ടതോടെ ദേഷ്യത്തിൽ വിറച്ചിരുന്ന ക്ലെയ്ഡിന്റെ കൺട്രോൾ തന്നെ പോയിരുന്നു. പോരാത്തതിന് തന്നോട് എതിർത്ത് സംസാരിച്ച് അത്തരത്തിൽ പറയുകയും ചെയ്ത ലൂക്കാസിനോടുള്ള ദേഷ്യവും കനത്തു വന്നതോടെ ക്ലെയ്ഡ് ആ നിമിഷം ലൂക്കാസിനെ വെടിവെച്ചു കൊന്നു. ഭ്രാന്തമായൊരവസ്ഥയിലേക്ക് ക്ലെയ്ഡ് മാറുകയായിരുന്നു. പിന്നാലെ അവിടെ നിന്നും റെയിനിനെ രക്ഷപ്പെടുത്താൻ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന്റെ സ്ഥലത്തേക്ക് പോകാൻ ക്ലെയ്ഡ് തീരുമാനിച്ചു. മറുവശത്ത് സ്കൈ ആകട്ടെ ചാർലറ്റിനെയും സീസറിനെയും മീറ്റ് ചെയ്തിരുന്നു. സ്കൈ വിവരങ്ങൾ അറിഞ്ഞു. ചാർലറ്റിനെ സുരക്ഷിതമായി പറഞ്ഞുവിട്ട് സീസറും സ്കൈയും തട്ടിക്കൊണ്ടുപോവൽ സംഘത്തിന്റെ ആസ്ഥാനത്ത് ചെന്ന് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടു. അതിനോടകം തട്ടിക്കൊണ്ടുപോവൽ സംഘത്തിന്റെ ആസ്ഥാനം എവിടാണ് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. സിൻഡിക്കേറ്റിന്റെ ഹൈഡൌട്ടിലേക്ക് അവർ രണ്ടുപേരും എത്തിച്ചേരുക. സീസർ ഒരു ഡ്രോൺ ഉപയോഗിച്ച് ആ ഏരിയ നിരീക്ഷിച്ചു. കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സ്കൈ അകത്തേക്ക് കടന്നു കയറി പ്രവർത്തിക്കാൻ തുടങ്ങി. ഓരോരോ ഗ്യാങ്സ്റ്ററിയായി അവൾ ഇടിച്ചു വീഴ്ത്തി. ഇതേസമയം മറുവശത്ത് റെയിനാകട്ടെ അതേയിടത്ത് സിൻഡിക്കേറ്റ് തലവന്റെ മുമ്പിലുണ്ടായിരുന്നു. റെയിനിനെ വെച്ച് ലേലം വിളി അരങ്ങേറുകയായിരുന്നു. കൂടുതലും മരുന്ന് മാഫിയായിരുന്നു മരുന്ന് ടെസ്റ്റ് ചെയ്യാൻ റെയിനിനു വേണ്ടി ലേലം വിളിക്കെത്തിയിരുന്നത്. ലേലം വിളി 10 മില്യണിലേക്ക് വരെ ഉയർന്നുകൊണ്ടിരുന്നു. ഇതേസമയം ഡ്രോൺ വെച്ച് നിരീക്ഷണത്തിലായിരുന്ന സീസർ ഒരു കാഴ്ച കണ്ടു. ക്ലെയ്ഡും അങ്ങോട്ടേക്ക് കടന്നെത്തുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു അത്. എതിരെ വന്നവരെ ക്രൂരമായി ക്ലെയ്ഡ് വകവരുത്തുന്നുണ്ടായിരുന്നു. വൈകാതെ അകത്തേക്ക് കടന്നു ചെന്ന സീസറും ഗ്യാങ്സ്റ്റേഴ്സിനെ കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചു. അധികം വൈകാതെ കെട്ടിടത്തിന്റെ അകത്തേക്ക് എത്തിയിരുന്ന ക്ലെയ്ഡ് തന്റെ മകളെ കണ്ടെത്തി. അച്ഛനെ കണ്ടതും റെയിന് വലിയ ആശ്വാസം തോന്നിയിരുന്നു. നമുക്കുടൻ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് മകളെയും കൂട്ടി ക്ലെയ്ഡ് പുറത്തേക്ക് പോവാനിറങ്ങി. ഇതേസമയം മരണം നിൽക്കുകയായിരുന്ന സീസറാകട്ടെ ക്ലെയ്ഡിനോട് റെയിനിനെ സ്കൈക്ക് തിരികെ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അതാണ് ശരിയെന്നും നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈവിട്ട കളിയാണ് എന്നും സീസർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ക്ലെയ്ഡ് വലിയ തോതിൽ ദേഷ്യപ്പെട്ട് പറഞ്ഞു, താനാണ് റെയിന്റെ യഥാർത്ഥ അച്ഛൻ. എന്റെ കൂടെ ജീവിക്കാനാണ് അവൾക്കെല്ലാ അവകാശവും ഉള്ളത്. അവർ തമ്മിൽ വാക്കുതർക്കം നടന്നു. അത് ക്ലെയ്ഡും സീസറും തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്കും കാര്യങ്ങൾ വഴിവെക്കുകയാണ്.
വെറിയിലായിരുന്ന ക്ലെയ്ഡ് സീസറിനെ അടിച്ചിട്ടു. ഒടുവിൽ സീസറിനെ ക്രൂരമായി വകവരുത്താൻ ക്ലെയ്ഡ് ഒരുങ്ങുമ്പോഴേക്കും ഒരു ഗ്യാങ്സ്റ്റർ വന്ന് റെയിനിനെ ബന്ദിയാക്കിയിരുന്നു. ആ സിൻഡിക്കേറ്റിന്റെ ലീഡറായിരുന്നു അത്. കൃത്യസമയത്ത് സ്കൈ അങ്ങോട്ടേക്ക് കടന്നു വന്നു. മകളെ രക്ഷപ്പെടുത്താനായി ലീഡറിനെതിരെ അവൾ ഓടിച്ചെല്ലുകയായിരുന്നു. സിൻഡിക്കേറ്റ് ലീഡർ അത് കണ്ടതും തന്റെ തോക്കെടുത്ത് സ്കൈയെ വെടിവെച്ചു വീഴ്ത്തി. വെടിയേറ്റ സ്കൈ ആ നിമിഷം തന്നെ കൊല്ലപ്പെട്ടിരുന്നു. കൃത്യം ഈ സമയം മുതലെടുത്ത് വെറിയോടെ സീസറും ക്ലെയ്ഡും ചേർന്ന് ഗ്യാങ്സ്റ്റർ തലവനെ ആക്രമിച്ചു. അയാളെ വകവരുത്തി. പിന്നാലെ ക്ലെയ്ഡ് റെയിനെയും കൂട്ടി അവിടെ നിന്ന് പോവാനൊരുങ്ങുകയാണ്. അവൻ അടുത്ത മുറിയിലേക്ക് കടന്നതും വലിയൊരു ഗ്യാങ്സ്റ്റർ സംഘം തന്നെ അവനെ എതിരിടാൻ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നടന്നത് ഒരു കനത്ത ഫൈറ്റ് ആയിരുന്നു. കുറച്ചു കഴിഞ്ഞതും ക്ലെയ്ഡിനെ സഹായിക്കാൻ സീസറും എത്തി. അവരൊന്നിച്ച് ഫൈറ്റ് ചെയ്ത് എതിരാളികളായ ഗ്യാങ്സ്റ്റേഴ്സിനെ മുഴുവൻ കീഴ്പ്പെടുത്തി. ഒടുവിൽ സീസർ ക്ലെയ്ഡിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, റെയിനിന് ഇപ്പോൾ മറ്റാരുമില്ല, നീ അവളെ സുരക്ഷിതമായി കൂട്ടിക്കൊണ്ടുപോക്കോ. ഇവിടുത്തെ കാര്യങ്ങളും സ്കൈയുടെ കാര്യവുമൊക്കെ ഞാൻ നോക്കിക്കോളാം. ക്ലെയ്ഡ് പിന്നാലെ മകളുമായി പുറത്തേക്കിറങ്ങി. മകളോട് ഇറങ്ങുമ്പോ ക്ലെയ്ഡ് പറഞ്ഞു, മോള് വിഷമിക്കണ്ട, മോളുടെ അമ്മ ഇപ്പോ സ്വർഗത്തിലായിരിക്കും. മോളെ അച്ഛൻ എന്നും സന്തോഷമായി നോക്കിക്കോളാം. ഒരിക്കലും അച്ഛൻ മോളെ വിട്ടു പോവുകയുമില്ല. ചാർലറ്റിനെ മോൾക്കിനി മുതൽ അമ്മയായി കാണാം. ചാർലറ്റ് മോളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. പുറത്തേക്ക് വന്ന ക്ലെയ്ഡ് അവിടെ കിടന്നിരുന്നൊരു ചുവന്ന കാറ് കണ്ടു. അത് മോഷ്ടിച്ചെടുത്ത് മകളുമായി അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ആക്ഷൻ ത്രില്ലർ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.